ഓപ്ഷൻ ഡി നവശേവ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശ? ഓപ്ഷൻ എ. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി? സിന്ധു. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? ഓപ്ഷൻ സി ഫഹ്ലിഹാർ. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി ജീവനം. നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? ജെ.എ. ഷുംപീറ്റർ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? ഓപ്ഷൻ ബി എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗമാണ് സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി സർക്കാർ ജീവനക്കാർ. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വച്ചത് ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുകയും ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ രണ്ടു രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് മൈക്രോ ഫിനാൻസ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ? ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത്? ഓപ്ഷൻ എ. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ നടപടി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്പറേഷൻ സിന്ധു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. സോഷ്യലിസം, മതേതരത്വം എന്ന രണ്ടു പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആമുഖം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പു നാടയില്ലാത്ത എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുമുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേർക്കുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ച് ഈ പ്രസ്താവന ആരുടേത്? APJ അബ്ദുൽ കലാം. 24 ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി. കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകാവുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി. ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി ₹2500. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏത്? ഓപ്ഷൻ സി അന്ത്യോദയ അന്ന യോജന പദ്ധതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഓപ്ഷൻ സി ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനയും തെറ്റാണ്. NGNREGAയുടെ പൂർണ്ണരൂപം ഏതാണ്? ഓപ്ഷൻ എ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ സി. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്ക് ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി കേരളം. സുരക്ഷായനം എന്നതിൻ്റെ മുദ്രാവാക്യം ഏതിൻ്റെ മുദ്രാവാക്യമാണ്? ഓപ്ഷൻ ബി. CRISPR-Cas9 സാങ്കേതിക വിദ്യ